നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. സ്വാഗതം. വാർത്തകളിലേക്ക്. ആഗോളതലത്തിൽ വിവിധ സേവനങ്ങളെ ബാധിച്ചിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് സർവീസുകളിലെ പ്രശ്നം. വിമാനത്താവളങ്ങളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ബാങ്കുകളെയും എല്ലാം മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടർ ശൃംഖലയെ പ്രശ്നം ബാധിച്ചു. ഇതിനെ കളിയാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് എക്സ് മേധാവി ഇലോൺ മസ്ക്. 2021 പങ്കുവച്ച സ്വന്തം പോസ്റ്റ് റീപോസ്റ്റ് ചെയ്താണ് മൈക്രോസോഫ്റ്റ് നേരിടുന്ന പുതിയ പ്രശ്നത്തെ മസ്ക് പരിഹസിച്ചത്. മൈക്രോസോഫ്റ്റ് എന്നാൽ മൈക്രോ ഹാർഡ് എന്നാണ് പുതിയ പോസ്റ്റിൽ മസ്ക് പങ്കുവച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിനെ കളിയാക്കിക്കൊണ്ട് ഡോഡ്ജി സൈനർ എന്ന അക്കൗണ്ടിൽ വന്ന മീമും ഇലോൺ മസ്ക് ഒരു ചിരിയോടെ എക്സിൽ റീപോസ്റ്റ് ചെയ്തു. വിൻഡോസ് അധിഷ്ഠിത കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്കിൽ സൈബർ സുരക്ഷാ സേവനമായ ക്ലൗഡ് സ്ട്രൈക്കിന്റെ പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മൈക്രോസോഫ്റ്റിന്റെ അഷർ ക്ലൗഡ് സേവനങ്ങളെ ഈ പ്രശ്നം ബാധിച്ചതോടെയാണ് എയർലൈൻ, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ക്ലൗഡ് സ്ട്രൈക്കിന്റെ സുരക്ഷാ സേവനം ഉപയോഗിക്കുന്നവരെയാണ് ഈ പ്രശ്നം ബാധിച്ചത്. ജോലിക്കായി തിരഞ്ഞെടുക്കാവുന്ന മികച്ച രാജ്യങ്ങളുടെ പട്ടികയെടുത്താൽ ആഗോളതലത്തിലെന്നും ആവർത്തിച്ച് ഒന്നാം സ്ഥാനത്തെത്തുന്ന രാജ്യമാണ് UAE. സുരക്ഷിതമായ അയൽ രാജ്യങ്ങൾ, മികച്ച ആനുകൂല്യങ്ങൾ, വിശാലമായ പെർമിറ്റുകളും വിസകളുമെല്ലാം ഉള്ളതിനാൽ തന്നെ മെച്ചപ്പെട്ട ജീവിതം സൗകര്യങ്ങൾക്കായി വർഷം തോറും കൂടുതൽ പ്രവാസികൾ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്നു. രാജ്യത്തെ നിയമങ്ങൾ തൊഴിലാളികൾക്ക് ഒരേ സമയം 2 ജോലികൾ ചെയ്യാൻ സാധ്യമാക്കുന്നു. പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ തൊഴിലാളികൾക്ക് അവരുടെ പ്രധാന തൊഴിലുടമയുടെ അനുമതി ആവശ്യമില്ല. ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റൈസേഷൻ മന്ത്രാലയത്തിന്റെ കണക്കുപ്രകാരം UAE തൊഴിൽ നിയമം തൊഴിലുടമകളെ വിദഗ്ധ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നു. ഇത്തരം തൊഴിലാളികൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ബിരുദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്നും 2-3 വർഷത്തെ ഡിപ്ലോമയോ പൂർത്തിയാക്കിയിരിക്കണം. UAE ബാങ്കുകളിൽ നിന്ന് ഭീമൻ തുക വായ്പയെടുത്ത് തിരിച്ചടക്കാതെ നാട്ടിലേക്ക് മുങ്ങുന്ന തട്ടിപ്പുകാർക്ക് വീണ്ടും പ്രഹരമായി കേരളത്തിലെ കോടതി. UAE ഇൻവെസ്റ്റ് ബാങ്ക് വായ്പയായി അനുവദിച്ച 135 കോടി രൂപയിൽ 83 കോടി രൂപ തിരിച്ചടക്കാതെ മുങ്ങിയതിന്റെ പേരിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് ചന്ദേര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന് ചന്ദേര ചേനോ തിരുത്തുമ്മൽ സ്വദേശിയുടെ ആവശ്യം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയതോടെ ഇക്കാരണത്താൽ നിയമം കർശനമാണെന്ന് ഒന്നുകൂടി ഉറപ്പായി. വൻ തുകകൾ വായ്പയെടുത്തു മുങ്ങുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് നിരവധി പേരാണ്. ബാങ്കുകൾക്ക് വൻതുക നഷ്ടപ്പെടുന്നത് കൂടാതെ ഇതുപോലുള്ള കമ്പനികൾക്ക് വേണ്ടി സാധന സാമഗ്രികൾ വിതരണം ചെയ്തിരുന്ന ചെറുകിട വിതരണ കമ്പനികൾക്കും നഷ്ടമുണ്ടാകുന്നു. പല കമ്പനികളും വിതരണക്കാർക്ക് ചെക്കുകളാണ് നൽകാറ്. എന്നാൽ അവർ സാധനങ്ങൾ ഡെലിവറി ചെയ്ത കമ്പനി ഒരു സുപ്രഭാതത്തിൽ പോട്ടി ഉടമകൾ മുങ്ങുന്നതോടെ ഇവരുടെയെല്ലാം പണം നഷ്ടപ്പെടുകയും പ്രതിസന്ധിയിലാകുകയും ചെയ്യുന്നു. എന്നാൽ മുങ്ങൽ വിദഗ്ധർ എവിടെയാണോ ഉള്ളത് അവിടെ ചെന്ന് ഇവർക്കും കേസ് കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. മലപ്പുറം സ്വദേശിയായ 15-കാരനാണ് നിപ്പ രോഗമുണ്ടെന്ന് സംശയിക്കുന്നത്. കുട്ടി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിപ്പ ബാധയെന്ന് സംശയമുള്ള പ്രദേശത്ത് കർശന ജാഗ്രത പുലർത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 വയസ്സുകാരന്റെ സ്ക്രീനിംഗ് പരിശോധന ഫലം പോസിറ്റീവാണ്. സ്വകാര്യ ലാബിലാണ് പരിശോധന നടത്തിയത്. സ്ഥിരീകരിക്കാനായി സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോടുള്ള വൈറോളജി ലാബിലെ പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചുവെന്നും പുനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലവും പോസിറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ വൈറസ് ബാധ്യതയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇന്നലെ പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് നിശ്ചലമായത് രാജ്യത്ത് സർക്കാർ ഓഫീസുകളെയും ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തെയും താൽക്കാലികമായി ബാധിച്ചു. പ്രശ്നം പരിഹരിക്കും വരെ ഓൺലൈൻ ഇടപാടുകൾ വിലക്കി വിദേശകാര്യ മാനവ വിഭവ മന്ത്രാലയങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്റർനെറ്റിലെ സൈബർ ആക്രമണങ്ങൾ ചെറുക്കാൻ ഉപയോഗിക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയറിലെ തകരാറാണ് മൈക്രോസോഫ്റ്റിനെ ബാധിച്ചത്. രാജ്യത്ത് ക്രൗഡ് സ്ട്രൈക്ക് ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. ക്രൗഡ് സ്ട്രൈക്ക് സോഫ്റ്റ്വെയറിലെ അപ്ഡേറ്റ് ഇലക്ട്രോണിക് ഉപകരണത്തിന് കേടുവരുത്തിയേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സോഫ്റ്റ്വെയർ തകരാറാണെന്നും എന്തെങ്കിലും തരം സൈബർ ആക്രമണത്തിന്റെ സൂചന ലഭിച്ചിട്ടില്ലെന്നും കൗൺസിൽ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഹാക്കർമാരുടെ പിടിയിൽ വീഴരുത്. സാങ്കേതിക തകരാർ പരിഹരിക്കാമെന്നും ഹാക്കർമാർ വാഗ്ദാനം ചെയ്യുമെന്നും വ്യക്തിവിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കണം.
ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങൾ മാത്രം അനുസരിച്ചാൽ മതിയെന്നും മുന്നറിയിപ്പിലുണ്ട്. ആഗോള സാങ്കേതിക തകരാർ ഷാർജ വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു. എല്ലാ വിമാനങ്ങളും കൃത്യമായ സർവീസ് നടത്തിയെന്ന് അതോറിറ്റി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ചില എയർലൈനുകളുടെ ചെക്ക് ഇൻ സർവീസ് മാത്രമാണ് തടസ്സപ്പെട്ടത്. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ലും 2-ലും ചെക്ക് ഇൻ സംവിധാനത്തിൽ ഏതാനും നേരത്തേക്ക് തടസ്സപ്പെട്ടെങ്കിലും പ്രശ്നം അതിവേഗം പരിഹരിച്ചു. ലോകമെമ്പാടും പ്രശ്നം ബാധിച്ചതിനാൽ ചില വിമാനങ്ങൾ വൈകി. ദുബായ് നഗരത്തിൽ അവധി ദിവസത്തിൽ വൈകിട്ട് ഷോപ്പിംഗിന് പോയവർ ക്യാഷ് കൗണ്ടറിൽ എത്തിയപ്പോൾ അന്തം വിട്ടു. കാർഡ് എടുക്കുന്നില്ല, പണം തരൂ. ക്യാഷ്യറുടെ ആവശ്യം കേട്ട് പോക്കറ്റിൽ തപ്പിയപ്പോൾ പണമൊന്നുമില്ല. ചില ATM കാർഡുകളിലേക്ക് നീങ്ങി, മറ്റു ചിലർ ചിലരിൽ നിന്ന് തൽക്കാലം കടം വാങ്ങി. കാർഡ് പേയ്മെന്റുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ദുബായ് നിവാസികളും വെള്ളിയാഴ്ച മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറിൽ കുടുങ്ങി. ദുബായ് നഗരത്തിലെ ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റുകളിലെയും പേയ്മെന്റ് കാർഡ് സ്വീകരിക്കാനുള്ള സംവിധാനങ്ങൾ സ്തംഭനാവസ്ഥയിലായിരുന്നു. ചില ATMകളും പണം മുടക്കിയതോടെ ചെറിയ തുകക്ക് പോലും ജനങ്ങൾ നെട്ടോട്ടമായി. അബുദാബി നഗരത്തിലെ ഏതാനും സൂപ്പർ മാർക്കറ്റുകളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ചില സൂപ്പർ മാർക്കറ്റുകൾ പ്രതിസന്ധിയെക്കുറിച്ച് സ്ഥിരം ഉപഭോക്താക്കൾക്ക് ഫോൺ സന്ദേശങ്ങൾ അയച്ചിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങിയ പ്രതിസന്ധിക്ക് രാത്രിയോടെ പരിഹാരമായി. വരുന്നു ഇനി ഇലക്ട്രിക് വിമാനവും. 805 കിലോമീറ്റർ പറക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വിമാനവുമായി ഡച്ച് കമ്പനി. റോഡിലെ വാഹനങ്ങളിലെ പോലെ ഇലക്ട്രിക് വിമാനങ്ങൾ അനായാസം സാധ്യമാകുന്ന ഒന്നല്ലെന്ന് വിലയിരുത്തലുകൾ. ഇലക്ട്രിക് പാസഞ്ചർ വിമാനങ്ങൾ എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ബാറ്ററി സാങ്കേതികവിദ്യ ഇനിയും ഏറെ മുന്നേറേണ്ടതാണെന്ന് മറ്റൊരു നിരീക്ഷണം. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും ഇലക്ട്രിക് കരുത്തിൽ പറക്കുന്ന വിമാനങ്ങൾ എന്ന ആശയം പ്രാവർത്തികമാക്കാനുള്ള പരീക്ഷണങ്ങൾ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്നുണ്ടെന്നും വസ്തുതയാണ്. ഡച്ച് സ്റ്റാർട്ടപ്പ് കമ്പനിയായ എലീസിയൻ ആണ് ഇലക്ട്രിക് കരുത്തിൽ വിമാനത്തിന്റെ വരവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഇലക്ട്രിക് കരുത്തിൽ പറക്കുന്ന വിമാനം 10 വർഷത്തിനുള്ളിൽ എത്തിയിരിക്കുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ചാർജ് ചെയ്താൽ 805 കിലോമീറ്ററിൽ പറക്കാൻ സാധിക്കുന്ന ആഭ്യന്തര സർവീസുള്ള വിമാനങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഒരുക്കുന്നത്. 90 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയായിരിക്കും ഇവയ്ക്ക് നൽകുക. 90% വരെ എമിഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് എലീസിയൻ അവകാശപ്പെടുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.